ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. ഇത് സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആൾക്കാർ ട്രോളാൻ വേണ്ടി ഇരുന്ന സാധനം സിനിമയുടെ അവസ്ഥ ഓർത്തല്ല. ഇത് OTT വന്നില്ലല്ലോ, OTT വന്നില്ല, മമ്മൂട്ടി സിനിമകളൊന്നും OTTക്ക് വേണ്ട. മമ്മൂട്ടിക്ക് മോഹൻലാലിനൊക്കെ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. ഇതിന് മുമ്പ് ഡൊമിനിക്കിന് മുമ്പ് ഇറങ്ങിയ സിനിമകൾ നോക്കിയാൽ മതി. 2020 മമ്മൂട്ടിയുടെ സിനിമകളൊന്നും അധികം എന്തായാലും വലിയ പരാജയങ്ങളൊന്നും ആയിട്ടില്ല. അന്നേരം മമ്മൂട്ടി ചിത്രങ്ങൾ എടുക്കാൻ അവർ ഓക്കെയാണ്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കാണും. ഇപ്പോൾ ഡൊമിനിക്ക് നമുക്കൊക്കെ അറിയാൻ പറ്റിയത് ഗൗതം മേനോന് തമിഴിൽ ഓൾറെഡി വിലക്കുണ്ട്. ഗൗതം മേനോന്റെ പടം തമിഴ്നാട്ടിൽ 1-2 പടവും കണ്ട് ഷൂട്ട് ചെയ്തിട്ട് റിലീസ് ചെയ്ത് പോലും ഇല്ല. വിക്രത്തിൻ്റെയൊക്കെ പടം ഷൂട്ട് ചെയ്തിട്ട് റിലീസ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. ഗൗതം മേനോനാണ് ഇതിൻ്റെ ഡയറക്ടർ. പിന്നെ എന്തോ ഇവർ പറഞ്ഞ പോലെ അവരുദ്ദേശിക്കുന്ന കാശ് ഇവർക്ക് കിട്ടണം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ആ ഒറ്റ കാരണത്താലാണ് ഇത് മാറിയത്. അന്നേരത്തേന് നമ്മൾ മമ്മൂട്ടിക്ക് OTTക്ക് പോലും എടുക്കാൻ ആൾക്കാരില്ല. അതിന് മുമ്പേ മമ്മൂട്ടി സിനിമകൾ അധികം ഫ്ലോപ്പായിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കാര്യം. OTT 100% എടുക്കും. മമ്മൂട്ടി ഉദ്ദേശിച്ച പൈസ ചിലപ്പോൾ കിട്ടിക്കാണത്തില്ല. ഇനി പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ബസൂക്ക ഈ പറഞ്ഞ പോലെ സരിഗമ ടീമും വേറെ എന്തോ ഒരു ഇതുമായിട്ട് എന്തോ പ്രശ്നമാണ്. ബാക്കിയുള്ള എല്ലാ സിനിമകളും മമ്മൂട്ടിയുടെ OTT എടുത്തിട്ടുള്ളതാണ്. പല വലിയ താരങ്ങളുടെയൊക്കെ സിനിമ ഇപ്പോഴും OTT എടുക്കാത്ത ഉള്ളതുകൊണ്ട്, ചാനൽ എടുക്കാത്തതുകൊണ്ട് ഇപ്പോഴും സിനിമകൾ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചറിയാം. അതായത് ഇതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. എന്തായാലും ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് വരുന്നു C5-ൽ ഡിസംബർ 19. അന്നേരം ഒരു ട്രോളിന് വിരാമമായിട്ടുണ്ട്. ഇനി അടുത്ത ട്രോള് ബസൂക്ക എന്ന് വരുമെന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ തീരുമ്പം അതും വരും. എനിക്ക് തോന്നുന്നില്ല ഇവരുടെ മാർക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ലത് പോയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു തുകയ്ക്കാണ്, ഗംഭീര ഒരു തുകയ്ക്കാണ് കളങ്കാവൽ. അതിൻ്റെ ബഡ്ജറ്റിനെക്കാട്ടിൽ എനിക്ക് ഇരട്ടി തുകയ്ക്ക് പോയിക്കുന്ന ഒരു പടമാണ് കളങ്കാവൽ. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ പോയി എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നോടെ ട്രോളർമാരുടെ കൂട്ടത്തിലുണ്ട്.